നടൻ മണിയൻപിള്ള രാജു പ്രതിയായ വാഹനാപകട കേസിൽ പോലീസിന് വീഴ്ചയില്ലെന്ന് DCPയുടെ റിപ്പോർട്ട്. അപകട വിവരം അറിഞ്ഞയുടൻ പോലീസ് മണിയൻപിള്ള രാജുവിന്റെ വീട്ടിലെത്തിയിരുന്നു. അപകട വിവരം പോലീസിനെ വിളിച്ചറിയിച്ചുവെന്ന് മണിയൻപിള്ള രാജുവിന്റെ വാദം തെറ്റാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മണിയൻപിള്ള രാജു ഓടിച്ച കാറിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ മ്യൂസിയം പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് ആരോപണമുയർന്നത്. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക് പ്രഖ്യാപിച്ച അന്വേഷണത്തിലാണ് പോലീസിന് വീഴ്ചയില്ലെന്ന് കണ്ടെത്തിയത്. അന്വേഷണ റിപ്പോർട്ട് DCP സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഉടൻ കൈമാറും. അപകടത്തിനു ശേഷം 2 തവണ മണിയൻപിള്ള രാജുവിന്റെ വീട്ടിൽ പോലീസ് എത്തിയിരുന്നു. ഈ സമയം വാഹനവും നടനും വീട്ടിലുണ്ടായിരുന്നില്ല. സ്വിച്ച് ഓഫായ മൊബൈൽ കേന്ദ്രീകരിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം നടത്തിയിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ വീട്ടിലെത്തി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. രാത്രിയിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നും പിറ്റേ ദിവസം രാവിലെ വരാമെന്ന മ്യൂസിയം പോലീസിനെ വിളിച്ചറിയിച്ചെന്നുമുള്ള നടന്റെ വാദം തെറ്റാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്റ്റേഷനിലെ ലാൻഡ് ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചതിൽ നിന്ന് മണിയൻപിള്ള രാജു നേരിട്ട് വിളിച്ചതായി കണ്ടെത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണത്തിലും പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. അതേസമയം മണിയൻപിള്ള രാജു മദ്യപിച്ചിരുന്നു എന്നതിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം ഉടൻ പോലീസിന് ലഭിക്കും. ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോലീസ് നീങ്ങുക. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.